ഏജിങ് ഒരു നാച്ചുറൽ പ്രോസസ് ആണെന്ന് പറഞ്ഞാലും അതിനുവേണ്ടി സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും നല്ലത് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം. സങ്കടം വരും. ഈ ഒരു വീഡിയോ പെരിമെനപ്പോസൽ ഏജിലുള്ള സ്ത്രീകൾ അല്ലെ മെനപ്പോസൽ ഏജിലുള്ള സ്ത്രീകൾ മാത്രമല്ല കാണേണ്ടത്, അവരുടെ ഫാമിലിയിലെ അവരുടെ ഹസ്ബൻഡ്സും കുട്ടികളും എല്ലാവരും കാണണം. എല്ലാവരും കണ്ടാലേ ഇത് നമ്മുടെ അമ്മയ്ക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അവർക്ക് വേണ്ടിയ സപ്പോർട്ട് ശരിക്കും കൊടുക്കണം. നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ സ്വാഭാവികമായി കടന്നു പോകുന്ന ഒരു ഘട്ടത്തെ കുറിച്ചാണ്. മെനപ്പോസ് ആൻഡ് പെരിമെനപ്പോസ്. എന്താണ് മെനപ്പോസ്? ആർത്തവ വിരാമം. തുടർച്ചയായി 12 മാസം പീരിയഡ്സ് അല്ലെങ്കിൽ ആർത്തവം വരാത്ത ഘട്ടമാണ് മെനപ്പോസ്. പെരിമെനപ്പോസ് അല്ലെങ്കിൽ മെനപ്പോസൽ ട്രാൻസിഷൻ ടൈം, അത് ഈ മെനപ്പോസിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ് പെരിമെനപ്പോസ്. ഈ സമയങ്ങളിൽ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറിൻ ഫോളിക്കുലർ ആക്ടിവിറ്റി കുറവായിരിക്കും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് കുറവായിരിക്കും. ഈ ഹോർമോൺസിന്റെ വ്യതിയാനം കാരണം ചില ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ കണ്ടുവരാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇവയെ പറ്റിയാണ്. മെനപ്പോസ് എന്താണ്, പെരിമെനപ്പോസ് എന്താണ്, ആ സമയത്ത് വരുന്ന ലക്ഷണങ്ങൾ, ചികിത്സാ രീതികൾ, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ്, ആ സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ശ്യാമ ഡാനിയൽ, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം പൊയ്യാനിൽ ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. മാഡം, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. അപ്പോൾ ഞാനും ഉണ്ട്. മൈ നെയിം ഈസ് ഡോക്ടർ സനില ഹരിലാൽ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം പൊയ്യാനിൽ ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. ഒരുപാട് സ്ത്രീകൾക്കുള്ള സംശയമാണ്, ഇത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുക? ഈ പെരിമെനപ്പോസൽ പീരീഡ് ആണെങ്കിലും മെനപ്പോസൽ പീരീഡ് ആണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുക? അവർ ഒരുപാട് കമ്പാരിസൺ ചെയ്യാറുണ്ട്. എൻ്റെ കൂട്ടുകാരിക്ക് ഇന്ന ഏജിലാണ് പീരീഡ്സ് നിന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിക്ക് ഇപ്പോഴും പീരീഡ്സ് കറക്റ്റായിട്ട് പോകുകയാണ്, എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലം? ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഇതൊരു ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇത് ഉണ്ടാവുന്നത്? അത് ഏജ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്നത് ഒരു വൈഡ് റേഞ്ച് ആണ് കാണുന്നത്. യൂഷ്വൽ റേഞ്ച് 45 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓവർനൈറ്റ് നടക്കുന്ന ഒരു സംഭവമല്ല. ഒരു 11 മന്ത്സ് എങ്കിലും അല്ലെ 12 മന്ത്സ് കംപ്ലീറ്റ് പീരിയഡ്സ് ഇല്ലാതായാലേ നമ്മൾ മെനപ്പോസ് എന്ന് പറയത്തുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഉള്ള ഒരു 4 തൊട്ട് 8 വർഷം വരെ അതിൻ്റെ ഗ്രാജുവൽ ചേഞ്ചസ് വരിക, ആ പീരീഡ് ആണ് നമ്മൾ പെരിമെനപ്പോസ് എന്ന് പറയുന്നത്. 55 വയസ്സിനുള്ളിൽ സാധാരണ മെനപ്പോസ് ആയി കാണും. അതിൽ ഇന്ത്യയിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുവരുന്നത് ഒരു ആവറേജ് ഏജ് 51 to 52 ഇയേഴ്സ് ആണ്. അപ്പോൾ മാഡം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പെരിമെനപ്പോസ്. അതൊരു 4 to 8 ഇയേഴ്സ് മുന്നേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ പെരിമെനപ്പോസൽ ഏജ് ഗ്രൂപ്പിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാനസികമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഓവറിൻ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അങ്ങനത്തെ ഹോർമോൺസ് കുറയുന്ന കാരണമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ്? എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ ഒരു ഏജിൽ എനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? ഈ പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് 2 ബ്രോഡ് കാറ്റഗറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് ഷോർട്ട് ടേം കോൺസിക്വൻസസ് ഉണ്ട്, ഒന്ന് ലോങ് ടേം. ഈ ഷോർട്ട് ടേം എന്ന് പറയുന്നത് നമ്മൾ ആ ഓവറിയുടെ ഫങ്ഷൻ കുറഞ്ഞു വരുന്ന മെനപ്പോസ് ആകുന്നിടം വരെയുള്ള ആ ടൈമിൽ നമ്മൾ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽസ് വളരെ ഗ്രാജുവലായിട്ടാണ് കുറഞ്ഞു വരുന്നത്, 4 തൊട്ട് 8 വർഷം വരെ. ആ സമയത്ത് നമ്മൾ അനുഭവപ്പെടുന്ന സംഗതികൾ, പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ് ആണ് ഷോർട്ട് ടേം കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ലോങ് ടേം എന്ന് പറയുന്നത് മെനപ്പോസ് ഒക്കെ ആയി കഴിഞ്ഞ് ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനാണ് അത് കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ സാധാരണ സ്ത്രീകൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വരുന്നത് തന്നെ ഈ ഷോർട്ട് ടേം ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെൻസ്ട്രൽ പ്രോബ്ലം, സൈക്കിൾസിൽ വരുന്ന ചേഞ്ചസ്. അതിൽ ഈസ്ട്രജൻ ലെവൽസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറയുന്നത്. അപ്പോൾ കുറയുമ്പം നാച്ചുറലായിട്ട് പീരിയഡ്സ് വരുന്നതിൻ്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ ഡിലേ വരും. എല്ലാ മാസവും സൈക്കിൾ വരുന്നതിന് പകരം 2-3 മാസം കൂടുമ്പോൾ വരുന്ന മാതിരി ആകാം. ആ വരുന്ന ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറവായിരിക്കാം. ഇത് രണ്ടും നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ ചിലവർക്ക് ലേറ്റായിട്ട് വരുന്ന പീരിയഡ്സ് ഹെവി ആയിട്ട് വരാം, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരാം. അപ്പം ഇങ്ങനത്തെ ഇറഗുലർ ബ്ലീഡിങ് അല്ലെ ഹെവി ബ്ലീഡിങ് വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഒരുപാട് സ്ത്രീകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ പീരിയഡ്സ് നിൽക്കുന്നതിന് മുന്നേ കുറച്ച് നാൾ ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് വരും. അപ്പോൾ അവരത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അവർക്ക് അത് ഏത് കണ്ടീഷനിലാണ് കാണിക്കേണ്ടത് അത് അവർക്ക് അറിയില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ പീരിയഡ്സ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം വരികയാണെങ്കിൽ ഒരു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം. ഇതിന് മറ്റു റീസണുകളുണ്ട്, മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നതെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ. ഇത് കൂടാതെ വേറെ കുറച്ച് പ്രോബ്ലംസും കൂടി ഉണ്ടാവാറുണ്ട് സ്ത്രീകൾക്ക്. ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, ആങ്ഷൈറ്റി ആയിരിക്കും, ചിലപ്പോൾ ദേഷ്യം കൂടുതൽ ഉണ്ടായിരിക്കും, ആങ്കർ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഉറക്കമൊക്കെ കുറവായിരിക്കും. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ട് ദേഹത്ത് നന്നായി ചൂട് തോന്നിക്കുക, ഹോട്ട് ഫ്ലഷസ്. ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നതാണ് സാധാരണ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഒരു പെരിമെനോപോസൽ ചേഞ്ച് വരുന്നതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പ്രോബ്ലമാണത്. ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ സ്ത്രീകൾ പറയുന്നത് അവർ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് മുഖത്തോട്ടാണ് അവർക്ക് ഒരു ഉഷ്ണം പോലെ അങ്ങനെ ചൂട് പോലെ അങ്ങ് അനുഭവപ്പെട്ട് അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ദേഹം മൊത്തം വേർക്കുക, സ്വെറ്റ് ചെയ്യുക. അപ്പം AC ഇട്ടിരുന്നാലും ഫാൻ ഇട്ടിരുന്നാലും ഇതൊന്നും ഒരു അവരെ റിലീഫ് കിട്ടാത്ത രീതിയിൽ അവരെ മൊത്തമായിട്ട് അങ്ങ് സ്വെറ്റ് ചെയ്യും. ഇതൊരു കുറച്ച് ട്രാൻസിയൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെന്ന് വരില്ല, 1 to 2 minutes കാണും. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ഇതേ പ്രോബ്ലം അവർ ഫീൽ ചെയ്യും. അത് കോമൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് രാത്രി സമയങ്ങളിലാണ് കൂടുതൽ, പകലിനെക്കാട്ടി കൂടുതൽ. അത് വളരെ ഡിസ്ട്രെസ്സിങ് ആണ് ചില സ്ത്രീകളിൽ. അത് പലർക്കും ഇത് എന്തുകൊണ്ടാണെന്നും അറിയത്തില്ല. അത് അവരെ വർഷങ്ങൾ കഴിഞ്ഞ്, ഈവൻ മെനപ്പോസ് കഴിഞ്ഞ് ചില സ്ത്രീകളിൽ ഒരു 10 വർഷമൊക്കെ മെനപ്പോസ് കഴിഞ്ഞ് 10 years വരെയും ഇത് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് മാത്രമല്ല മാഡം, പ്രോബ്ലംസ് നമുക്ക് കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീകൾ ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ഈ വജൈനൽ റീജിയനിൽ ഇച്ചിങ് വരാം, അവിടെ പൊട്ടലുകൾ ഉണ്ടാവുക, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് പറയും. യൂറോജെനറ്റിക് പ്രോബ്ലംസ് പറഞ്ഞു വരാറുണ്ട്. ചിലർക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ആയിരിക്കും, മസിൽ പെയിൻ ആയിരിക്കും, മൊത്തത്തിലൊരു ക്ഷീണം, ടയർഡ്നെസ്, അങ്ങനത്തെ പ്രോബ്ലംസും വരാറുണ്ട്. ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ സെക്ഷൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരാം ഈ ഒരു ഏജ് ആകുമ്പോൾ. പോരാതെ തന്നെ ഉറക്കം ഭയങ്കര കുറവായിരിക്കും, അതിൻ്റെതായ സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലംസ് ആണ് പെരിമെനോപോസിൽ. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? നമുക്ക് കുറയ്ക്കാൻ, സ്ത്രീകളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇതൊരു അസുഖമല്ല. പക്ഷെങ്കിൽ എല്ലാ വ്യക്തികളും ഒരു ജനനമുണ്ട്, ഒരു മരണമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മെനാർക്കിയുമുണ്ട്, മെനപ്പോസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു നാച്ചുറൽ ഫിനോമിനനായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ അത് നമ്മൾ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ചിലർ അത് വളരെ സ്മൂത്ത് ആയിട്ട് ആ ട്രാൻസിഷൻ അങ്ങ് പോകും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വലിയ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. എന്നാലും അവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാൽ അവർ ഒരു റെഡ് ഫ്ലാഗ് എന്താണ്, വെൻ ഡു ദേ ഹാവ് ടു കം ടു ഹോസ്പിറ്റൽ ഓർ കൺസൾട്ട് ഡോക്ടർ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ അവയർനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്, ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഏജിങ് ഒരു നാച്ചുറൽ പ്രോസസ് ആണെന്ന് പറഞ്ഞാലും അതിനുവേണ്ടി സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സഫറിങ് ഈസ് നോട്ട് നോർമൽ. അതിനെല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഏത് രീതിയിൽ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. അതിലാദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെ വരുത്താം, അല്ലെങ്കിൽ ഡയറ്റ് എന്തൊക്കെ വരുത്താം, അതാണ് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന സംഗതി. അതിനെപ്പറ്റി ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഡയറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ ചെയ്യാത്തത് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവര് ഫാമിലി മെമ്പേഴ്സിന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നു, നട്ട്സ് കൊടുക്കുന്നു, പക്ഷെ അവരെടുക്കുന്നുണ്ടോന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഇവര് ചെയ്യേണ്ടത് നല്ല പച്ചക്കറികൾ കഴിക്കണം, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, നട്ട്സ് കഴിക്കണം. സോയാബീൻസ് ഇസ് വെരി ഗുഡ്. അപ്പോൾ ഫൈറ്റോഇസ്ട്രജൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, സോയാബീൻസ് കഴിക്കണം. പിന്നെ സീഡ്സ് പോലെ ഫ്ലാക്സ് സീഡ്സ്, സെസമി സീഡ്സ്, പിന്നെ വാൽനട്ട്സ്, പിന്നെ ഒരുപാട് പയറുവർഗ്ഗങ്ങൾ കഴിക്കണം, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡ്, ഒരു ഡയറ്റ് അവർക്ക് ഉണ്ടാകണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അവർ കഴിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഈ സ്മോക്കിംഗ്, ആൽക്കഹോളിക്സ് ഒക്കെ ഉള്ളവർ അത് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊക്കെ ഈ പ്രോബ്ലംസ് കൂട്ടാൻ ഭയങ്കര ഒരു കാരണമാകാറുണ്ട്. പോരാത്തതിന്
ഈ വണ്ണം ഒന്നും എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് വണ്ണം കുറച്ച് പെട്ടെന്ന് കൂടാം. അപ്പൊ നമ്മൾ ഈ വണ്ണത്തിനൊക്കെ ഒന്നൊരു കൺട്രോൾ വെക്കണം. BMI നോർമലായിട്ട് ഇരിക്കണം. BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ഒരു 18 to 25 അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. ഡെയിലി എക്സസൈസ് ചെയ്യണം. ഒരു 30 to 40 മിനിറ്റ്സ് എങ്കിലും നടക്കണം. പിന്നെ ഈ എക്സസൈസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് വേണ്ടി കാർഡിയക് എക്സസൈസ് മാത്രമല്ല ചെയ്യേണ്ടത്. ഈ മസിൽ സ്ട്രെങ്ത് വരുത്താൻ, മസിലിന്റെ ടോൺ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഈ എല്ലുകൾക്ക് ബലം വരുത്താനുള്ള ട്രെയിനിങ് ചെയ്യണം. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഈ തുടർന്ന് ജോയിന്റ് പെയിനും മസിൽ പെയിനും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ബാക്ക് പെയിൻ എസ്പെഷ്യലി. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സസൈസും ചെയ്യണം, പിന്നെ ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ബാഡ് ഹാബിറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഈ പെരിമെനോപോസിലാണെങ്കിലും മെനോപോസൽ പ്രോബ്ലംസ് ആണെങ്കിലും ഒരു 80% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ലൈഫ് സ്റ്റൈൽ കൊണ്ട് തോന്നുന്നത്. പക്ഷെ ചിലവർക്ക് ഈ ലൈഫ് സ്റ്റൈലൊക്കെ മോഡിഫൈ ചെയ്താലും ഈ പ്രോബ്ലംസ് കുറയുന്നതായിട്ട് കാണുന്നില്ല. അവർക്ക് ഇപ്പോഴും പ്രോബ്ലംസ്, അവരിപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ മെഡിക്കൽ മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ മാഡം? മെനോപോസൽ ചേഞ്ചസിനകത്ത് നമുക്ക് ഫിസിക്കൽ ചേഞ്ചസും കുറേ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെയിറ്റ് വളരെ കൂടും. രണ്ടാമത് അവരുടെ ബോഡിയുടെ സ്കിന്നിൻ്റെ ടോൺ കുറയുക, മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷൻ വരിക, അതുപോലെ ഹെയർ ലോസ്, മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ ഹെയർ തിന്നിങ്, ഇത്രയും പ്രോബ്ലംസ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ഏജിങ് പ്രോസസ്സ് ഈ സമയത്ത് കുറച്ച് സ്പീഡിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഫെമിനൈൻ ഫോർ എവർ എന്ന് നമ്മൾ സ്ത്രീകളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണെങ്കിലും ഇത് മെനോപോസ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൗന്ദര്യവും കുറയും, അതേപോലെ നമ്മുടെ ബോഡിയിൽ ഇത്രയും ഫിസിക്കൽ ചേഞ്ചസ് വരും. അപ്പൊ അത് സ്ത്രീകളിൽ വളരെ കാര്യമായിട്ട് എമോഷണലി അത് വളരെ ഡ്രെയിൻ ആകുന്ന ഒരു കണ്ടീഷൻ ആണ്. സങ്കടം വരും. ചിലവരിൽ ഈ പ്രോബ്ലംസ് ഒന്നും എന്തൊക്കെ ചെയ്താലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തിയാൽ പോലും മാറുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും മെഡിക്കൽ മാനേജ്മെന്റ് എല്ലാ പ്രോബ്ലത്തിനും പരിഹാരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അത് രണ്ട് ബ്രോഡ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഹോർമോണൽ റീപ്ലേസ്മെന്റ് തന്നെ കൊടുക്കുന്നതിന് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി എന്നുള്ള കാറ്റഗറി ഉണ്ട്. എന്നാൽ കുറച്ചുകൂടെ മൈൽഡായിട്ട് വലിയ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് നോൺ ഹോർമോണൽ തെറപ്പി എന്ന് പറയും. അപ്പോൾ ഹോർമോണൽ തെറപ്പിയിൽ നമ്മൾ ഈ ഡെഫിഷ്യൻസി വരുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തന്നെയാണ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ആ സപ്ലിമെൻറ്റ് ചെയ്യുമ്പം അതിന് ബെനിഫിറ്റ്സും ഉണ്ട്, അതിന് സൈഡ് ഇഫക്ട്സും ഉണ്ട്. അപ്പോൾ ഈ ബെനിഫിറ്റ്സും ഇതും തമ്മിൽ നമ്മൾ ഒരു റേഷ്യോ അത് ഏതാണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരു വ്യക്തിക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒക്കൂ. പിന്നെ ഈ ഹോർമോണൽ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ അമിനോറിയ എന്ന് വെച്ചാൽ പീരീഡ്സ് വരാത്തതിന് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ, അല്ലെങ്കിൽ പീരീഡ്സ് കൂടുതൽ വരുന്നതിന് എന്തെങ്കിലും വേറെ റീസൺസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് കൂടിയും ചെയ്യേണ്ട മാഡം. സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം, സെർവിക്കൽ സ്ക്രീനിങ് ചെയ്യണം, സ്കാൻ എടുത്ത് നോക്കണം, വേറെ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ബാക്കി എല്ലാം നോർമലാണെന്ന് ഉറപ്പിച്ചിട്ട് വേണം ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എല്ലാം ചെയ്യണം. അതേപോലെ നമുക്ക് ഈ കുറച്ച് യങ്ങർ ഏജിൽ മെനോപോസ് ആകുവാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ഹോർമോൺ ലെവലും കൂടെ ടെസ്റ്റ് ചെയ്യണം. അത് FSH എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മൾ മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ കട്ട് ഓഫ് നോക്കിയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് മെനോപോസ് ആണോ അല്ലയോ എന്ന് പറയും. പക്ഷെ പിന്നെ ഈ വ്യക്തികളിലെല്ലാം ഹോർമോൺസ് കൊടുക്കുന്ന വ്യക്തികളിൽ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ അസുഖങ്ങളുണ്ടോ, ഏതെങ്കിലും റീസൺ കൊണ്ട് നമുക്കൊരു അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ ഹോർമോൺസ് കൊടുക്കുന്നതിനുണ്ടോ എന്നുള്ളതും കൂടെ അറിയണം. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസ് നമ്മൾ കുറേ കൊടുത്താൽ ചില വ്യക്തികളിൽ അവർക്ക് യൂട്രസ് ഉള്ളവർക്കാണ് യൂട്രസിൽ ക്യാൻസർ വരാം, ഓവറി ഉള്ളവർക്ക് ഓവറിയിൽ ക്യാൻസർ വരാം, ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു ചെറിയ ഹയർ ഇൻസിഡൻസ് ഉണ്ട്. എന്നാൽ ഏറ്റവും ഭയപ്പെടുന്ന സംഗതി ഇതിനെക്കാട്ടിലും ഉണ്ട്. അത് ഹാർട്ടിന് അസുഖം ഉള്ളവർക്ക് ചിലപ്പം ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ ഫോം ചെയ്ത് അവർക്ക് ഇത് എംബോളിസം, ത്രോംബസും എംബോളിസം എന്നൊക്കെ പറയും. ബ്രെയിനിനകത്തും എവിടെയെങ്കിലും ബ്ലഡ് വെസൽസിനകത്തൊക്കെ പോയി ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് സീരിയസ് കോംപ്ലിക്കേഷൻസ് വരാം. അപ്പം ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് ഇങ്ങനെ സേഫായിട്ട് കൊടുക്കാവുന്ന വ്യക്തികൾക്ക് മാത്രമേ നമ്മൾ ഹോർമോൺസ് കൊടുക്കാറുള്ളൂ. അതും ഹോർമോൺസിന്റെ ഒരു ഡിക്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ ഓൾവേസ് യൂസ് ദ ലോവസ്റ്റ് ഡോസ് ഫോർ ദ ഷോർട്ടസ്റ്റ് ടൈം. പിന്നെ ഓൾവേസ് ഇതെല്ലാം ചെയ്യുന്നത് അണ്ടർ മെഡിക്കൽ സർവൈലൻസ് ആയിരിക്കണം, അല്ലാതെ നമുക്ക് കൊടുക്കാൻ പാടില്ല.
കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്തായാലും. ഫോളോ അപ്പ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇത് ഏത് രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാം. ഈസ്ട്രജൻ ഹോർമോൺസ് കൊടുക്കുന്നത് ഒരു മാത്രമായിട്ട് കൊടുക്കുന്ന കണ്ടീഷൻസ് യൂട്രസ് ഇൻടാക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കാറില്ല. ഈ യൂട്രസ് ഇൻടാക്റ്റ് ആണെങ്കിൽ ഈസ്ട്രജൻ്റെ കൂടെ സപ്ലിമെൻറ്റ് നമ്മൾ പ്രൊജസ്ട്രോണും കൂടെ കൊടുക്കും. നേരെ മറിച്ച് ഈസ്ട്രജൻ മാത്രം കൊടുക്കുന്നത് ആണെങ്കിൽ അതിൽ ടാബ്ലറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും, ക്രീംസ് ഉണ്ട്. പ്രത്യേകിച്ച് വെജൈനൽ ഡ്രൈനെസ്സിനും അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷനും വെജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നവർക്ക്, അല്ലെ പെയിൻഫുൾ ഇൻറ്റർകോഴ്സിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വെജൈനൽ ക്രീംസ്. പിന്നെ ട്രാൻസ്ഡേർമൽ പാച്ചസ് ഉണ്ട്, സ്കിന്നിൽ നമുക്ക് ഒട്ടിച്ചു വെച്ചാൽ അത് കുറേ നാളത്തേക്ക് അത് സ്ലോ ആയിട്ട് റിലീസായി പോകുന്ന പാച്ചസ് അവൈലബിൾ. അങ്ങനെ പല രീതിയിൽ നമുക്കിത് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഹോർമോണൽ തെറാപ്പി അല്ലാതെ നോൺ ഹോർമോണൽ തെറാപ്പിയും ഉണ്ട്. SSRIs, SNRIs, ഗാബാപെന്റിൻ, പാരാക്സിറ്റിൻ, അതുപോലെ ന്യൂറോളജിസ്റ്റ് അങ്ങനെ ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. നമ്മൾക്ക് ആദ്യം പേര് കേൾക്കുമ്പോൾ തോന്നും ഇത് ന്യൂറോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ കൊടുക്കുന്ന മരുന്ന് എന്തിനാണ് ഈ സാധാരണ സ്ത്രീകൾക്ക് കൊടുക്കുന്നതെന്ന്. പക്ഷെങ്കിൽ അതൊക്കെ ഈ പെർട്ടിക്കുലർ കണ്ടീഷന് വളരെ ഇഫക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള സംഗതികളാണ്. ആവശ്യമുണ്ടെന്ന് വരില്ല അതിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ്. മാഡം, നമ്മളിപ്പോ പറഞ്ഞു മെനോപോസിന്റെ ഒരു ഏജ് പീരീഡ് 45 തൊട്ട് 55 വരെയാണ്. ഈ 45-ന് മുന്നേ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല അവർക്ക്. ഒരു നല്ലൊരു പ്രായം എത്തുന്നതിന് മുന്നേ ഹോർമോൺസ് ഒക്കെ കുറഞ്ഞു വരാണ്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺസ് ഒക്കെ കുറഞ്ഞു വരാണ്. അത് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അത് എന്തായാലും ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അല്ലേ? ഈ മെനോപോസിന്റെ ഏജ് നമ്മൾ ആവറേജ് 45 to 55 പറഞ്ഞെങ്കിലും ഇതിനെല്ലാം വേരിയൻസ് ഉണ്ട്. അപ്പൊ 3 സെക്ഷൻസ് ആയിട്ട് നമ്മൾ അത് ഡീൽ ചെയ്യണം. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് 40 വയസ്സിന് മുമ്പേ വരുന്ന ഒരു കണ്ടീഷൻ, ഇതേ പ്രോബ്ലം നമുക്ക് വരാം. അതിന് നമ്മൾ ഏർലി മെനോപോസ് എന്ന് പറയും. അല്ലെങ്കിൽ അത് മിക്കവാറും അതിന് പ്രിമച്വർ ഒവേരിയൻ ഫെയിലിയർ ആയിരിക്കും അതിൻ്റെ റീസൺ. പിന്നെ അങ്ങനത്തെ കണ്ടീഷൻ വരുന്നവർക്ക് നമ്മൾ എല്ലാ ഇവാലുവേഷനും ചെയ്യണം. കാരണം പല റീസൺ കൊണ്ട് ചിലപ്പം പീരിയഡ്സ് വരാതിരിക്കാം. അത് ചിലപ്പോൾ ബ്രെയിനിനകത്തെ പ്രോബ്ലംസ് കൊണ്ടായിരിക്കും, പിറ്റ്യൂട്ടറി ഹോർമോൺസ് പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡോക്രൈൻ പ്രോബ്ലംസ് അല്ലാത്ത തൈറോയിഡ്, അഡ്രിനൽ, ഇത് ഇങ്ങനത്തെ റീസൺസ് കൊണ്ടെല്ലാം വരാം. അപ്പം ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ട് പിന്നെ ശരിക്കും ഓവറിയുടെ ഫെയിലിയർ തന്നെയാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഇനി ആ ഏജ് ഗ്രൂപ്പിലുള്ള വേറെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പലരും ഇൻഫെർട്ടിലിറ്റി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് കുട്ടികളുണ്ടാകണം. അപ്പോൾ ഈ ഇരിക്കുന്ന ഓവറി ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഫോളിക്കിൾസ് ഉണ്ടോ എന്ന് നോക്കി അത് വെച്ച് വേണം അതിന്ന് അവർക്ക് ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്ത് ഒരു എഗ്ഗൊക്കെ എടുത്ത് അവർക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ് ആ ഏജ് ഗ്രൂപ്പിൽ. ഈ ഏർലി മെനോപോസ് എന്ന് പറയുന്നത് 40 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അല്ലെ ആ ടൈമിൽ ഇതേ പ്രോബ്ലം വരുന്നവർക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അവരുടെ ഹോർമോൺസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ നമ്മൾ പ്രിമച്വർ മെനോപോസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇവാലുവേഷൻ ഒരു പരിധി വരെ ചെയ്തുകൊണ്ട് ഹോർമോൺസും കൂടെ നോക്കി ആ FSHന്റെ ലെവൽസ് കൂടുതലാണോ എന്നും കൂടെ നമ്മൾ കൺഫേം ചെയ്തിട്ട് അത് മെനോപോസ് ആണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ വ്യക്തികൾക്ക് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വളരെ ലോങ് പീരീഡിൽ അവർക്ക് ഈസ്ട്രജൻ ഡെപ്ലീഷനാണ്. അപ്പം പ്രത്യേകിച്ച് കാൽസ്യം, വിറ്റമിൻ ഡി, പിന്നെ പലർക്കും വേറെ കോൺട്രാഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് കൊടുക്കേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിലേഡ് മെനോപോസ് എന്ന് വെച്ചാൽ 55 വയസ്സ് കഴിഞ്ഞിട്ടും പീരിയഡ്സ് നിൽക്കാത്ത സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും റീസൺ കാണും ഈസ്ട്രജൻ ലെവൽസ് കൂടാൻ. ചിലപ്പം ഈ ഏർലി മെനോപോസ് പോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്ന് വരിൽ ഇതേ പ്രോബ്ലംസ് വരാം. എന്നാൽ ഈസ്ട്രജൻ ലെവൽസ് കൂടുതൽ ഉള്ള എന്തെങ്കിലും കണ്ടീഷൻസ്, എക്സാമ്പിൾ ഒരു യൂട്രസ് ഫൈബ്രോയിഡ്സ്, അല്ലെ അമിതവണ്ണം, ഒബിസിറ്റി ഈസ്ട്രജൻ ലെവൽസ് ഒത്തിരി കൂട്ടുന്ന സംഗതി. അപ്പോൾ അതൊരു റീസൺ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം യൂട്രസിനകത്ത് ക്യാൻസർ, ഈ ഓവറിക്കകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഈ ഹോർമോൺ പ്രൊഡ്യൂസിങ് ട്യൂമേഴ്സ്, അങ്ങനെ പല റീസൺ കൊണ്ടും ഡിലേഡ് മെനോപോസ് വരാം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് വരും അത് നോക്കി ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതില്
ശരിക്കും പറഞ്ഞ ഒരു ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ ഒരു സമയത്ത് ദേഷ്യം പെട്ടെന്ന് വരും, സ്ട്രെസ് കൂടുതലായിരിക്കും. ഈ ഒരു സമയമാണെങ്കിൽ ഈ ഒരു സമയത്താണ് അവർ ഫാമിലിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നത്. കുട്ടികളൊക്കെ കോളേജിൽ പോകാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ കല്യാണം നടക്കാൻ പോകുന്നത്, അങ്ങനെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കടന്നു പോകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. ഈ അമ്മമാർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ആ വീട്ടിലുള്ള ബാക്കി അംഗങ്ങളും ലൈക്ക് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മക്കളും ഈ ഒരു ഏജ് ഗ്രൂപ്പും ഈ സ്ട്രെസ്ഫുൾ കാര്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അവരും ഇതിനെ പറ്റി, കാരണം ഇപ്പൊ ഞാനും ദേഷ്യപ്പെടുമ്പോ തിരിച്ച് അതേപടി ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, ഒന്ന് ക്ഷമിച്ചു കൊടുക്കാം. സ്ത്രീകൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അത് എന്തായാലും കൺസിഡർ ചെയ്യണം. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ പെരിമെനപ്പോസൽ ഏജിലുള്ള സ്ത്രീകൾ അല്ലെ മെനപ്പോസൽ ഏജിലുള്ള സ്ത്രീകൾ മാത്രമല്ല കാണേണ്ടത്, അവരുടെ ഫാമിലിയിലെ അവരുടെ ഹസ്ബൻഡ്സും കുട്ടികളും എല്ലാവരും കാണണം. എല്ലാവരും കണ്ടാലേ ഇത് നമ്മുടെ അമ്മയ്ക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അവർക്ക് വേണ്ടിയ സപ്പോർട്ട് ശരിക്കും കൊടുക്കണം. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംഫസൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതുപോലെ ഇവർക്ക് ആവശ്യത്തിനുള്ള മെഡിക്കൽ ഹെൽപ്പ് വേണം. സപ്ലിമെന്റ്സ്, ഡയറ്റ് മാത്രമല്ല, അവർക്ക് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും കൊടുക്കണം. കാൽസ്യം, വിറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് ഈ ഏജിൽ. അത് ടൈഡ് ഓവർ ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ വീട്ടിൽ മറ്റുള്ളവർ അമ്മയെ നന്നായി നോക്കണം, ആ പ്രായത്തിലുള്ള സ്ത്രീനെ നല്ല രീതിയിൽ നോക്കണം. ഓക്കെ, എനിക്കൊരു പേഷ്യന്റ് വന്നിരുന്നു. അവരുടെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറയുന്നത് പീരിയഡ്സ് 2 മാസം കൂടുമ്പോൾ വരുന്നുള്ളൂ. പ്രായം 46 വയസ്സായി. അപ്പൊ 2 മാസം കൂടുമ്പോഴേ വരുന്നുള്ളൂ. ചിലപ്പോൾ റെഗുലർ ആയിട്ട് വരും, ചിലപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അവർക്ക് എല്ലാ മാസം പീരിയഡ്സ് വരണം, അവർക്കത് നിർബന്ധമാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണോ? അവർക്ക് പീരിയഡ്സ് വരാൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റും കൊടുക്കണ്ട. കൗൺസിലിംഗ് ആണ് അവർക്ക് ഏറ്റവും അത്യാവശ്യം. അപ്പം അത് നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ഇത് ഏജിങ് എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പീരിയഡ്സ് ഡിലേ വരുന്നത്. അപ്പൊ അത് വേണ്ടിയപ്പം വരട്ടെ, അത് വരാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. പിന്നെ ഒരു കാര്യം നമ്മൾ എംഫസൈസ് ചെയ്യണം, കാരണം വളരെ റെയറായിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഓവുലേഷൻ ഒക്കെ നടക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അബദ്ധം വല്ലതും പറ്റി പ്രഗ്നൻസി ഒക്കെ ആയി പോയിട്ടുണ്ടെന്ന് വരും, അതിന്റെ പ്രോബ്ലംസ് വരാം. അപ്പൊ അതുകൊണ്ട് അതും അവര് കെയർഫുൾ ആയിരിക്കണം. ദേ ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ്. പക്ഷെ അത് വരാൻ വേണ്ടി റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം. ഞാൻ അതൊക്കെ ഇങ്ങനെ കൗൺസിൽ ചെയ്തു. അപ്പൊ ഈ പെരിമെനപ്പോസൽ സ്റ്റേജ് ആണ്, അങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ കൗൺസിൽ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയാം, എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രോബ്ലംസ് ആണ്, എൻ്റെ ഹസ്ബൻഡായിട്ട് ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പ്രോബ്ലം ആണോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം ആണോ എന്ന് വെച്ചാൽ അവർക്ക് ഇമോഷണൽ പ്രോബ്ലംസ്, അവർ വേറെ കണ്ടീഷൻസ് അവർ അപ്പോഴാണ് പറഞ്ഞു തുടങ്ങുന്നത്. കാരണം പല സ്ത്രീകൾക്കും അറിയത്തില്ല ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാം. അതൊരു നിയന്ത്രണം വിടാം, ഒരു ലിമിറ്റ് വിടാണെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ടതാണെന്ന് പല സ്ത്രീകൾക്കും അറിയില്ല. പിന്നെ ഈ ഹോട്ട് ഫ്ലഷസ്, അതൊരു ടിഗ്ലിസർ കിട്ടാൻ സാധ്യമാകുന്ന ഒരു പ്രോബ്ലം ആണെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഒരു അവയർനെസ് കൊടുക്കണം. നിങ്ങൾ ഇത്രയും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഹോട്ട് ഫ്ലഷസ് കാരണം സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ വന്ന് കാണണം. അവയർനെസ് ഏറ്റവും വലിയ, നമുക്കൊരു സൊസൈറ്റിയിൽ ഒരു എഡ്യൂക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇതിനുവേണ്ടി നമ്മൾ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് എടുത്ത് അവർക്ക് അവയർനെസ് ക്ലാസ്സസ് നടത്തുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത് ഇവർക്ക് സ്ക്രീനിങ് അത്യാവശ്യമാണ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ്, സെർവൈക്കൽ ക്യാൻസർ, യൂട്രസിൻ്റെ സ്ക്രീനിങ് അത്യാവശ്യമായിട്ട് ഇവർക്കെല്ലാം ചെയ്യണം. പിന്നെ ഈ എമോഷണൽ ചേഞ്ചസ്, പ്രത്യേകിച്ച് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം പോലെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയലി ബെനിഫിഷ്യൽ ആയിരിക്കും ഇവർക്ക് ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്ത്, അത് ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല, അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് നമുക്ക് കാണിക്കാം, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. പ്രീമെൻസ്ട്രൽ ക്ലിനിക്സ് ഒക്കെ ഉണ്ട്. ആ ക്ലിനിക്സിലാണെങ്കിലും പോയി കൺസൾട്ട് ചെയ്ത് വേണ്ടിയ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ റിലീഫ് കിട്ടും. പക്ഷെ 90% സ്ത്രീകളും അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അവർ ഈ സഫറിങ്സ് ഒക്കെ അവരിങ്ങനെ സഹിച്ച് പോകാണ്. അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യവുമില്ല, സഫറിങ്ങിന്റെ ആവശ്യവുമില്ല. ഇതിനെല്ലാം മെഡിക്കൽ ട്രീറ്റ്മെന്റ് വളരെ അവൈലബിൾ ആണ്. അത് വേണ്ടിയതെല്ലാം നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കണം അവർക്ക് വേണ്ടി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയിൽ ഒരു വ്യക്തി മാത്രമല്ല, ആ ഫാമിലി ആസ് എ ഹോൾ, ആ ഒരു യൂണിറ്റ് മൊത്തം ആ ലേഡീസിനെ
ഈ ക്രൈസിസ് ടൈഡ് ഓവർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ മാഡം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പെരിമെനപ്പോസൽ പ്രോബ്ലംസ് ആണെങ്കിലും മെനപ്പോസൽ പ്രോബ്ലംസ് ആണെങ്കിലും കുറയ്ക്കണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യും, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിതശൈലി മുന്നോട്ട് പോയവർക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 90s കിഡ്സിനോടാണ് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ബോഡി ലൈഫ് സ്റ്റൈലൊക്കെ നന്നായി ശ്രദ്ധിക്കണം. എന്നും എക്സസൈസ് ചെയ്യണം, നല്ല നല്ല ഫുഡ് കഴിക്കണം. പിന്നെ ഈ പൊട്ട കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഒന്നും വേണ്ട. ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിലാവുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ ഈ ഒരു പ്രായത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങണം. നമ്മളിപ്പോൾ പെരിമെനപ്പോസൽ ഏജിനെ പറ്റിയും മെനപ്പോസൽ ഏജിനെ പറ്റിയും അതിൻ്റെ പ്രോബ്ലംസിനെ പറ്റിയും ഒരുപാട് ഡിസ്കസ് ചെയ്തു. ആക്ച്വലി ഇതിനെപ്പറ്റി ശരിയായ ഒരു അറിവുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ സന്തോഷകരമായും ആരോഗ്യകരമായും ഈ ഒരു ഘട്ടം നമുക്ക് കടന്നു പോകാവുന്നതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, യു ഡോണ്ട് ഹാവ് ടു സഫർ ഇൻ സൈലൻസ്. ബിക്കോസ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് മെഡിക്കൽ അഡ്വൈസ്. കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ്, കൺസൾട്ട് എ ഡോക്ടർ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു ഡിസ്കഷൻ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന്. സ്പെഷ്യൽ താങ്ക്സ് ടു അവർ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്യാമ ഡാനിയൽ, who has experienced already perimenopausal and menopausal stage. Now she is in postmenopausal period. So her information is very informative and valuable. Thank you for sharing your valuable knowledge and experience. എന്റെ പ്രായം എന്തായാലും അതിന്റെ ഇടയ്ക്ക് കയറ്റി പറയണ്ടായിരുന്നു, എന്നാലും സാരമില്ല. എന്റേത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ ആൻഡ് ഫോർ ഹെൽപ്പിംഗ് മീ ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് യു in this particular topic.